നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആഗോള കത്തോലിക്ക സഭയുടെ അധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയായി. മാനവ സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടി പരിശ്രമിച്ച മഹാനായ നേതാവിന് ലോകത്തിൻ്റെ പ്രണാമം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന് തീരാ നഷ്ടമാണെന്ന കൃഷിമന്ത്രി പി പ്രസാദ്. ലോക സമാധാനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാനായ നേതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്നും പി പ്രസാദ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകളുമായി ചേർത്തല സ്വദേശിയായ വൈദികൻ. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ ഫാദർ ഡേവിഡ് നാനാട്ട് 1 പതിറ്റാണ്ടോളം കാലം റോമിൽ പ്രവർത്തിച്ച കാലത്താണ് മാർപ്പാപ്പയുമായി അടുത്ത് ഇടപെടാൻ അവസരമുണ്ടായത്. പി ഭാസ്കരൻ മാഷിൻ്റെ 100ാം ജന്മവാർഷിക ദിനാചരണം വയലാർ രാമവർമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ. രാഘവപ്പറമ്പിലെ ചന്ദ്രകളഭത്തിൽ കാവ്യ കേസരികളുടെ സ്മൃതി സംഗമം. ദക്ഷിണാമൂർത്തിയും പൂച്ചാക്കൽ ഷാക്കുലും ചേർന്ന് ഒരുക്കിയ നാടക ഗാനങ്ങൾക്ക് 4 പതിറ്റാണ്ടിന് ശേഷം പുനരാവിഷ്കാരം. 32 ഗാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 ഗാനങ്ങളാണ് വീണ്ടെടുത്ത് ആസ്വാദകർക്ക് സമർപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയായി. മാനവ സ്നേഹത്തിനും ലോക സമാധാനത്തിനു വേണ്ടി പരിശ്രമിച്ച മഹാനായ നേതാവിന് ലോകത്തിൻ്റെ പ്രണാമം. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 19 ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266 പോപ്പായി സ്ഥാനമേറ്റത്. കർദിനാൾ ബെർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചിരുന്നത്. ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ മരിയ സിവോരിയയുടെയും 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ 17 ബെർഗോളിയോ ജനിച്ചത്. പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് അനുശോചനം രേഖപ്പെടുത്തി. ലോക സമാധാനത്തിനും മാനവ മൈത്രിക്കും ഐക്യത്തിനും വേണ്ടി പരിശ്രമിച്ച മഹാനായ നേതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്നും കൃഷിമന്ത്രി അനുസ്മരിച്ചു. ഞാൻ ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. കാണണമെന്നുള്ള അതിയായ ആഗ്രഹം എൻ്റെയും മനസ്സിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം രോഗപീഠയിൽ നിന്ന് വീണ്ടും ജീവിതത്തിൻ്റെ പച്ചപ്പുകളിലേക്ക് എത്തുമ്പോൾ മനസ്സുകൊണ്ട് എത്രയോ വീണ്ടും ആഗ്രഹിച്ചതാണ് അദ്ദേഹത്തെ പോയെന്ന് അടുത്ത് കാണണം എന്ന്. ഓരോ തവണയും അദ്ദേഹം ഇറക്കിയിട്ടുള്ള ചാക്രിക ലേഖനങ്ങളിലൂടെയെല്ലാം കൃത്യതയോടുകൂടി എന്നവണ്ണം കടന്നു പോകാൻ പരിശ്രമിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എന്നിൽ എല്ലാ കാലവും അത്ഭുതമാണ് ഈ മനുഷ്യൻ വിരിയിച്ചത്. എന്നിൽ മാത്രമല്ല, ലോകത്തെല്ലാ പേരിലും അത്ഭുതങ്ങൾ വിരിയിച്ചു ഈ പച്ചയായ പാതിരി, ഈ പച്ചയായ പുരോഹിതൻ. അങ്ങനെ ഒരു മാർപ്പാപ്പ ലോകത്തുണ്ടായിരുന്നു എന്ന് ചരിത്രത്തോടിൻ്റെ മുമ്പിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ചേർത്ത് വെക്കപ്പെടുന്നു. മനുഷ്യനെയും പ്രകൃതിയെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരുന്ന ഒരു മനുഷ്യൻ. ദുർബലരുടെയും പാവപ്പെട്ടവരുടെയും പക്ഷം ചേർന്ന് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പുരോഹിതൻ. ആ പുരോഹിതനെയാണ് മരണം നമ്മിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഓർമ്മകൾ ലോകത്തിന് സമ്മാനിച്ച് ഒരിക്കലും മരിക്കാത്ത ചിന്തകളെയും നിലപാടുകളെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് കടന്നു പോകുന്ന മാർപ്പാപ്പയ്ക്ക് ഹൃദയം നിറഞ്ഞ് വണക്കം നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ഞാനും ശിരസ് നമിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകളുമായി ചേർത്തല സ്വദേശിയായ വൈദികൻ. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ ഫാദർ ഡേവിഡ് നാനാട്ട് 1 പതിറ്റാണ്ട് കാലം റോമിൽ പ്രവർത്തിച്ച സമയത്താണ് മാർപ്പാപ്പയുമായി അടുത്ത് ഇടപെടാൻ അവസരം ലഭിച്ചത്. ഇപ്പോൾ ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ അധ്യാപകനായ ഫാദർ ഡോക്ടർ ഡേവിഡ് നാനാട്ട് ചേരും. നമ്മുടെ നാട്ടിൽ 2018 പ്രളയമുണ്ടായപ്പോൾ പാപ്പയെ ആ ദിവസങ്ങളിലാണ് പ്രളയം ഉണ്ടാകുന്ന വാർത്ത അറിഞ്ഞു വരുമ്പോൾ തന്നെ അന്ന് ആ ദിവസങ്ങളിലും പാപ്പയെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് പാപ്പയോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലിങ്ങനെ വെള്ളപ്പൊക്കമാണ്, ആൾക്കാർ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കേരള, അപ്പോൾ കേരളത്തിലാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ സന്തോഷത്തോടും അത് കേട്ട് നിന്നിട്ട് അതിനുശേഷമുള്ള ഓഡിയൻസ് ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ഫ്രാൻസിസ് പാപ്പ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണം. അവർ പ്രളയം മൂലം അവർ വേദന അനുഭവിക്കുകയാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന്
ഫ്രാൻസിസ് പാപ്പ ജനങ്ങളോട് പിന്നെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നു. അപ്പോൾ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒരു പിതാവെന്നാണ് ഫ്രാൻസിസ് പാപ്പായെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ പ്രകൃതിയോടുള്ള സ്നേഹം. ലൗദാത്തോ സി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിനും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്കും ഉള്ള പല എഴുത്തുകളിലും അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുക, നമ്മുടെ ലഭിച്ച പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന നന്മകൾ പുതിയ തലമുറക്കും നമുക്ക് കൈമാറ്റം ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ നമുക്കതിനുള്ള കടമയുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെല്ലാം. അപ്പോൾ പ്രകൃതി സ്നേഹമൊക്കെ ഒത്തിരി സ്വാധീനിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ ചിന്തകളൊക്കെ. ഇങ്ങനെ ഒരു പാപ്പായെ നഷ്ടപ്പെടുമ്പോൾ ഒത്തിരി വേദനയുണ്ട്. എങ്കിലും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു നല്ല പാപ്പായെ തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്ന അവസാന നിമിഷം വരെ. മലയാള ചലച്ചിത്ര ലോകത്തെ അപൂർവ പ്രതിഭകളായിരുന്ന പി ഭാസ്കരൻ മാഷിൻ്റെയും വയലാർ രാമവർമ്മയുടെയും സ്മരണകൾ ഇരമ്പിയ അപൂർവമായ നിമിഷങ്ങൾ. പി ഭാസ്കരൻ മാഷിൻ്റെ 100ാം ജന്മദിനാഘോഷം വയലാർ രാഘവപ്പറമ്പിലെ സ്മൃതി മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. അപൂർവമായ പ്രതിഭകളുടെ സ്മൃതി സംഗമം ശ്രദ്ധേയമായി. മലയാള ചലച്ചിത്ര കാവ്യലോകത്തെ അനശ്വര പ്രതിഭകളായ പി ഭാസ്കരൻ മാഷിൻ്റെയും വയലാർ രാമവർമ്മയുടെയും സ്മരണകൾ രാഘവപ്പറമ്പിലെ ചന്ദ്രകളഭത്തിൽ പെയ്തിറങ്ങി. ഒരു കവിയുടെ അനുസ്മരണം മറ്റൊരു കവിയുടെ സ്മൃതി മണ്ഡപത്തിൽ. പി ഭാസ്കരൻ മാഷിൻ്റെ 100ാം ജന്മവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത് വയലാർ രാമവർമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന രാഘവപ്പറമ്പിലെ സ്മൃതി മണ്ഡപത്തിൽ. അപൂർവമായ ഒരു സ്മൃതി സംഗമം. മലയാള ഗാനരചനാ രംഗത്ത് അനശ്വര സംഭാവന നൽകിയ പ്രതിഭകളുടെ പിന്മുറക്കാർ ചേർന്ന് രൂപം നൽകിയ രചന എന്ന സംഘടനയാണ് അപൂർവമായ സ്മൃതി സംഗമം ഒരുക്കിയത്. ചന്ദ്രകളഭത്തിൽ നടന്ന ചടങ്ങിൽ വയലാറിൻ്റെ മകനും ഗാനരചയിതാവുമായ ശരത്ചന്ദ്രവർമ്മ, ഷിബു ചക്രവർത്തി, റഫീഖ് അഹമ്മദ്, അൻവർ അലി, ശശികല മേനോൻ, ജയകുമാർ ചെങ്ങമനാട്, രാജീവ് ഗോവിന്ദൻ, ഫൗസിയ അബുബക്കർ, ഹരിത അരിബാബു, ദീപക് റാം, ഹരീഷ് മോഹൻ, സിജു തുറവൂർ, സുഹൈ കോയ, റഷീദ് പായ്ക്കൽ, സന്ധ്യ സുരേഷ്, സന്തോഷ് വർമ്മ, ഹരി ഏറ്റുമാനൂർ, ജോഫി തരകൻ തുടങ്ങി 60ഓളം എഴുത്തുകാർ പങ്കെടുത്തു. എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ട് കണ്ടു നിന്നു. എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ട് കണ്ടു നിന്നു. ഏറ്റവും അവസാനം വേദനിപ്പിക്കുന്ന ഒരു ഇതും കൂടെ പറഞ്ഞു കൊടുത്തു. അനിയത്തി ഭാസ്കരൻ മാഷ, എൻ്റെ രണ്ടാമത്തെ ആൾ യമുന, ഭാസ്കരൻ മാഷയെ കാണാൻ പോയപ്പോൾ ഭാസ്കരൻ മാഷ് ഈ പറഞ്ഞ പോലെ അൽഷിമേഴ്സിൻ്റെ ലോകത്താണ്. സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം വയലാറും എൻ്റെ സഹോദരി ഭാസ്കരൻ മാഷയുടെ മകളും എന്ന രീതിയിലായിരുന്നു സംസാരം. ആ സംസാരിക്കുമ്പം എങ്ങനെയുണ്ട് ഭാസ്കരൻ ചേട്ടന് സുഖമല്ലേ എന്ന് അനിയത്തിയോട് ചോദിച്ചത്, അതിനേക്കാൾ ഗംഭീരമായി ജാനകിയമ്മ കരഞ്ഞൊരു കഥ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. തലയിലിട്ട കിനാക്കൾ ഭാസ്കരൻ മാഷ് മുമ്പിൽ നല്ല വരികൾ ഇത് ആരെഴുതിയതാണ് എന്ന് ചോദിച്ച പോലെ അത് മനസ്സിൽ ഓർത്തുകൊണ്ട് പെട്ടെന്ന് അനിയത്തി നന്നായിട്ട് കരയുകയും ചെയ്തു. ഞാൻ വെറുതെ ഓർമ്മയൊന്ന് പങ്കിട്ടെന്ന് മാത്രം. ഒരിക്കൽ കൂടി ഇതിന് തീരുമാനമെടുത്ത രചനയ്ക്കും ഇതിൻ്റെ പേരിന് പിന്നിൽ മഞ്ഞണി പൂനിലാവ് വയലാറിൻ കരയങ് എന്നുള്ള പേരിൻ്റെ പിന്നിൽ സിജുവും ഷാജിയിലത്തുമാണ്. അവർക്കും കൂടി എല്ലാവർക്കും ഒരു ഉപകാരമുണ്ട് ഇതിൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാനായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും സ്വീകരിക്കണം. അപ്പോൾ ഭാസ്കരൻ മാഷയുടെ ആ ഒരു നല്ല ഓർമ്മയുടെ മുമ്പിൽ ഈ ചന്ദ്രകളഭത്തിൻ്റെ തീരത്ത് എല്ലാ പേരും ഇനിയും എഴുതണം. എഴുതിയാൽ മാത്രം പോരാ, പൈസയും മേടിക്കണം. ടൈം ന്യൂസ് ചേർത്തല. KSFE ജീവനക്കാരൻ അയൽവാസിയുടെ പ്രമാണം അവരറിയാതെ സ്വന്തം ചിട്ടിക്ക് ജാമ്യം നൽകി 30 ലക്ഷം രൂപ എടുത്ത സംഭവം ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷിക്കും. മണ്ണഞ്ചേരി സ്വദേശിനിയായ സുമയാണ് അയൽവാസി രാജീവിനെതിരെ പരാതി നൽകിയത്. ചിട്ടിത്തുക കിട്ടാനായി അയൽവാസി നൽകിയ ഭൂരേഖകൾ സ്വന്തം ചിട്ടിക്ക് ജാമ്യമാക്കി KSFE ജീവനക്കാരൻ 30 ലക്ഷം രൂപ തട്ടിയെന്ന കേസ് ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷിക്കും. തട്ടിപ്പ് നടന്നതായി പരാതി ഉയർന്ന KSFE ശാഖ നിൽക്കുന്ന സ്ഥലം സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇതിനാലാണ് അന്വേഷണ ചുമതല മണ്ണഞ്ചേരി പോലീസ് കൈമാറിയത്. KSFE ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റും
KSFE സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എസ് രാജീവിനെതിരെയാണ് അയൽവാസിയായ എൻ സുമ പരാതി നൽകിയത്. മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തതോടെ സസ്പെൻഷനിലായ ഇയാളിപ്പോൾ ഒളിവിലാണ്. ചിട്ടിത്തുകയ്ക്കായി സുമ KSFE ആലപ്പുഴ ഇരുമ്പുപാലം ശാഖയിൽ നൽകിയ ആധാരം രാജീവ് സ്വന്തം ചിട്ടിക്കായി പണയപ്പെടുത്തി. അയാൾ ചിട്ടിപ്പണം അടയ്ക്കാതായതോടെ നോട്ടീസ് വന്നപ്പോഴാണ് സുമ വിവരമറിയുന്നത്. പരാതിക്കാരി ഈടായി നൽകിയ വസ്തുവിന്റെ രേഖകൾ തിങ്കളാഴ്ച പോലീസ് പരിശോധിക്കും. ഇതിനായി KSFEക്ക് നോട്ടീസ് നൽകി. രേഖകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിയ ശേഷമാകും തുടർ നടപടിയെന്ന് സൗത്ത് SHO ശ്രീജിത്ത് പറഞ്ഞു. ഒളിവിലുള്ള രാജീവിനായി അന്വേഷണം നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ മാരൻ മലമുകളിൽ ഹാപ്പിയാണ് എന്ന് പോസ്റ്റിട്ടത്. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും നാട്ടുകാരിൽ ചിലരോട് പണം ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്. രാജീവ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ചിട്ടിപ്പണം കൈപ്പറ്റിയ ശേഷം പണമടയ്ക്കുന്നില്ലെന്ന പരാതി കളക്ഷൻ ഏജന്റ് ഉന്നയിച്ചു. കൂടാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തി വായ്പ എടുക്കുന്നതായും പരാതിയുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. വീട്ടുവളപ്പിൽ നിന്ന് പിടികൂടിയ അണലിപ്പാമ്പ് പ്രസവിച്ചു. 50ഓളം കുഞ്ഞുങ്ങൾ. ചേർത്തലയ്ക്കടുത്ത പട്ടണക്കാടാണ് സംഭവം. പട്ടണക്കാട് പാറയിൽ തമ്പിനാരായണൻ്റെ വീട്ടിലാണ് 1.5 മീറ്ററോളം നീളമുള്ള അണലിപ്പാമ്പ് പ്രസവിച്ചത്. കുത്തിയതോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മോളി സൂണാനന്ദൻ്റെ പറയകാട്ടിലെ വീട്ടിൽ നിന്ന് ശനിയാഴ്ചയാണ് ഗർഭിണിയായ അണലിപ്പാമ്പിനെ പിടികൂടി തമ്പിനാരായണൻ സ്വന്തം വീട്ടിലെത്തിച്ചത്. തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രസവിച്ചു തുടങ്ങി. 50ഓളം കുഞ്ഞുങ്ങളെ ഇതിനകം പ്രസവിച്ചെന്ന് തമ്പിനാരായണൻ പറയുന്നു. അതിൻ്റെ ശരാശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവർ പറയുന്നത് 70-80 കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ശരാശരി പ്രസവം. പിന്നെ ആ പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ ഉപ്പനും കാക്കയും അങ്ങനെയുള്ള പക്ഷികളൊക്കെ കൊണ്ടുപോകും. കുറച്ചൊക്കെ വേറെ എന്തെങ്കിലും തരത്തിൽ മരിച്ചു പോകും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ആ ഭാഗത്തൊക്കെ തന്നെ ജീവിക്കും. ആ ജീവിച്ച് വലുതാകുന്നതാണ്. ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ തുറവൂർ TD ഭാഗം അവിടെ നിന്ന് വടക്കോട്ടും തെക്കോട്ടും എല്ലായിടത്തും അണലിയാണ്. എനിക്ക് 2 മണി രാത്രിക്ക് വരെ പോയി പിടിക്കേണ്ടി വരുന്ന ഒരു ഗതി സമയം ഇതുണ്ടായിട്ട്. പക്ഷേ എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും, അത് കാര്യം വരെ. അപ്പോൾ അവിടെ നിന്ന് അതിനെ പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഫോറസ്റ്റുകാർ വരാൻ വേണ്ടി പാമ്പിനെ കൊടുക്കാൻ വേണ്ടി ഇരുന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പ്രസവിച്ചു തുടങ്ങിയ ഫോറസ്റ്റിനെ പ്രത്യേകിച്ച് അറിയിക്കാറില്ല. അവർ എല്ലാ ആഴ്ചയിലും വന്ന് കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രസവിച്ച കാരണം ഞാൻ എല്ലാ RRT ഓഫീസിലേക്കും വിളിച്ചറിയിച്ചു. അപ്പോൾ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമായി പാമ്പുകളെ പിടിക്കുന്നയാളാണ് തമ്പിനാരായണൻ. ആദ്യമായിട്ടാണ് പിടികൂടിയ അണലി പ്രസവിക്കുന്നത്. 80ഓളം കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും വനം വകുപ്പിന് ഇവ കൈമാറുമെന്നും തമ്പിനാരായണൻ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ദക്ഷിണാമൂർത്തിയും പൂച്ചാക്കൽ ഷാഹുലും ചേർന്ന് തയ്യാറാക്കിയ നാടകഗാനങ്ങൾ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം പുനരാവിഷ്കരിച്ചു. 32 നാടകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 ഗാനങ്ങളാണ് പുനരാവിഷ്കരിച്ച് ആസ്വാദകർക്കായി സമർപ്പിച്ചത്. തരംഗസാഗര വീണകൾ പാടിയ രാഗങ്ങളെ നീക്കറിയാം. തരംഗസാഗര വീണകൾ പാടിയ രാഗങ്ങളെ നീക്കറിയാം, അറിയാം. വിസ്മൃതിയിലാണ്ടുപോയ ഇമ്പമാർന്ന നാടകഗാനങ്ങൾ വീണ്ടെടുത്ത ആസ്വാദകർക്ക് സമർപ്പിച്ച ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുൽ. സംഗീത സംവിധായകൻ V ദക്ഷിണാമൂർത്തിയുമായി ചേർന്ന 40 വർഷം മുൻപ് പൂച്ചാക്കൽ ഷാഹുൽ കലാനിലയം സ്ഥിരം നാടകവേദിക്കും ഇന്ത്യൻ ഡ്രാമാസ്കോപ്പിനും വേണ്ടി ഒരുക്കിയ 32 നാടകഗാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 ഗാനങ്ങളാണ് വീണ്ടെടുത്ത് ആസ്വാദകർക്ക് സമർപ്പിച്ചത്. പൂച്ചാക്കൽ ഷാഹുലിൻ്റെയും മറിയം ബീവിയുടെയും 54ാം വിവാഹ വാർഷിക ദിനത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പൂച്ചാക്കൽ ഷാഹുലിൻ്റെ സാമൂഹിക മാധ്യമ പേജിലൂടെയുള്ള നാടകങ്ങളുടെ പ്രകാശനം ആർട്ടിസ്റ്റ് സുജാതൻ നിർവഹിച്ചു. നാടകരചയിതാവും സംവിധായകനുമായ സുന്ദരൻ കല്ലായി അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ മുഖ്യാതിഥിയായി. എല്ലാ തവണയും ഇവിടെ വന്ന ഷാഹുൽ സാറിന് ഈ സംസ്കാരങ്ങളിലും പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എൻ്റെ പ്രായമാണല്ലോ ഇവരുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ പ്രായത്തിലും ഇവരുടെ തളരാത്ത പോരാട്ട വീരാൻ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും പോയിട്ട് വർക്ക് ചെയ്യാൻ തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 10-40 വയസ്സൊക്കെ ആകുമ്പോൾ മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ ഉണ്ട്. ഇനി ചെയ്യണോ, ഇനി കാശുണ്ടാക്കിയാൽ പോരെ, കലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ലൈഫിൽ തോന്നാറുണ്ട്. അപ്പോൾ എല്ലാ തവണയും സംസ്കാരത്തിൽ വന്നു പോകുമ്പോൾ ഇവരുടെ സ്പിരിറ്റ് കാണുമ്പോൾ പോയിട്ട് 2 പേജ് എഴുതണമെന്ന് തോന്നും. അത് ഈ പ്രായത്തിലും ഈ 50 വയസ്സുകൂടെ 50 വർഷം കൂടെ ഷാഹുൽ സാർ പാട്ട് എഴുതും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഉള്ള ഒരു സമയത്ത് കാണിക്കുന്ന സ്പിരിറ്റ്, അത് ആണ് ഞാൻ
തിരികെ കൊണ്ടുപോകാറ്. സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം ചേർത്തല രാജൻ, CK വിജയൻ നായർ, ജിഷാഭിനയ എന്നിവരെ ശ്യാം പുഷ്കരനും ഉണ്ണിമായ പ്രസാദും ചേർന്ന് ആദരിച്ചു. സദാനന്ദൻ പാണാവള്ളി, ഗീത തുറവൂർ, തെന്നൂർ രാമചന്ദ്രൻ, TV ഹരികുമാർ കണിച്ചുളകര, V വേണുഗോപാൽ, KP സുശീലൻ, വെട്ടക്കൽ മജീദ്, സുനിൽ പള്ളിപ്പുറം എന്നിവർ സംസാരിച്ചു. കലാനിലയത്തിന്റെ നാറാണത്ത് ഭ്രാന്തൻ, പുലേനാർ കോട്ട, കിരീടം വെച്ച ഭ്രാന്തൻ, ഇന്ത്യൻ ഡ്രാമാസ്കോപ്പിന്റെ സൂര്യകാലടി എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ ദലീമ MLA, സുനിൽ പള്ളിപ്പുറം, പൂച്ചാക്കൽ രമേശ്, അയൂബ് റഷീദ്, അമൃത വിജയൻ എന്നിവർ ചേർന്നാണ് പാടിയിരിക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ആകാശയാത്ര എന്ന സ്വപ്നം സഫലമാക്കി കുടുംബശ്രീ അംഗങ്ങൾ. കുത്തിയതോട് പഞ്ചായത്ത് 11-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ പറന്നത്. ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നം സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബശ്രീ അംഗങ്ങൾ. മേഘക്കെട്ടുകളിലൂടെ പറന്നു പൊങ്ങിയ നിർവൃതിയിലാണ് കുടുംബശ്രീയിലെ 17ഓളം വരുന്ന വനിതകൾ. കുത്തിയതോട് പഞ്ചായത്ത് 11-ാം വാർഡംഗം ശ്രീദേവിയുടെ നേതൃത്വത്തിലാണ് ആകാശയാത്ര എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഇക്കഴിഞ്ഞ വിഷുദിനത്തിൽ രാവിലെ 9:05 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ 17 പേരടങ്ങുന്ന കുടുംബശ്രീ അംഗങ്ങൾ തിരുവനന്തപുരം ലക്ഷ്യമാക്കി ആകാശത്തേക്ക് പറന്നുയർന്നു. കിനാവിലെന്ന പോലെ ആ അവിസ്മരണീയ യാത്രയുടെ അനുഭവങ്ങൾ ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാൻ അവർ ഞായറാഴ്ച മെമ്പർ ശ്രീദേവിയുടെ വീട്ടിൽ ഒത്തുകൂടി. തൊഴിലുറപ്പിൻ്റെ വിശ്രമവേളകളിൽ ആകാശത്തുകൂടി പറന്നു പോകുന്ന വിമാനത്തെ നോക്കി കൗതുകത്തോടെ നോക്കിക്കണ്ട 70 വയസ്സുകാരി വിജയമ്മയും 71 വയസ്സുള്ള ലീലയും 73 വയസ്സുള്ള ഗീതയും 68 വയസ്സുള്ള വിജയമ്മയും കരുതിയില്ല ഒരിക്കൽ ആ വിമാനത്തിൽ തങ്ങൾക്ക് പറക്കാൻ കഴിയുമെന്ന്. വിമാനയാത്രയുടെ കൗതുകമാരാഞ്ഞപ്പോൾ അവർ വാചാലരായി ഇങ്ങനെ പറഞ്ഞു. നമ്മളെ സിനിമകളൊക്കെ കണ്ടിട്ട് പൊക്കത്ത് തിരി പോകുമ്പോൾ ആ യാത്രകൾക്കൊക്കെ ചെയ്യാൻ ശരി നമ്മൾ കയറി കഴിഞ്ഞപ്പോ സുഖം, നല്ല അനുഭവമായിരുന്നു. പിന്നെ ബോട്ടിങ്ങും എല്ലാം കൊണ്ടും നല്ല ഇതായിരുന്നു, നല്ല സുഖമായ യാത്രയായിരുന്നു. ഇത്രയും പ്രായത്തിന് 77 വയസ്സായി ഞാൻ ഇതുവരെ ഇങ്ങനെ യാത്ര പോയിട്ടില്ലെന്നും നമ്പർ പറഞ്ഞിട്ടാണ് ആള് യാത്രയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നത്. നമുക്ക് നല്ല പോലെ ഞാൻ എൻജോയ് ചെയ്തു. എന്റെ മക്കളൊക്കെ പോയിട്ടുണ്ട്, അവർ വിളിച്ചിട്ട് പോലും ഞാൻ ഇതുവരെ പോയിട്ടില്ലെന്നും ഫ്ലൈറ്റിന് പോകണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്പർ വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല സത്യം. സമീപകാലത്ത് ഒരു കപ്പൽ യാത്ര വാർഡംഗമായ ശ്രീദേവി നടത്തിയിരുന്നു. അന്ന് മനസ്സിൽ ഉദിച്ച ഒരാശയമായിരുന്നു തങ്ങളുടെ കുടുംബശ്രീയിലെ അമ്മമാരടങ്ങുന്നവരുമായി ഒരു ആകാശയാത്രയെന്ന് ശ്രീദേവി പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് എന്റെ കസിൻ സിസ്റ്ററുടെ കൂടെ എനിക്ക് ഒരു കപ്പൽ യാത്ര നടത്താൻ സാധിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു നമ്മുടെ കുടുംബശ്രീയിൽപ്പെട്ട സഹോദരിമാരെ അമ്മമാരെയൊക്കെ കൂടി ഒരു വിമാനയാത്രയിൽ പങ്കെടുപ്പിച്ചാൽ എന്തെന്നുള്ളൊരു ആശയം മനസ്സിൽ തോന്നിയത്. പിന്നീട് ഞാനിത് കുടുംബശ്രീയിൽ അവതരിപ്പിക്കുകയും ഇതിന്റെ ചെലവ് ഇത്ര കൂടുതലാണെന്ന് പറഞ്ഞ് വളരെ കുറച്ചുപേര് മാത്രമാണ് മുന്നോട്ട് വന്നത്. അങ്ങനെ 16 കുടുംബശ്രീ അംഗങ്ങളായിട്ടാണ് ഈ വിമാനയാത്ര പ്ലാൻ ചെയ്യുന്നത്. ഇതിന് ഈ ചെലവ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് കുറെ അമ്മമാരെയൊക്കെ ഇതിന് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ തൊഴിലുറപ്പിൽപ്പെട്ട ഒരു 27 അംഗങ്ങളുമായിട്ട്, അത് കൂടുതലും പ്രായമായവരായിരുന്നു, അവരുമായിട്ടൊരു ബോട്ട് യാത്ര സംഘടിപ്പിച്ചു. അതും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു അവസരമാണ്. കാരണം ആ അമ്മമാർ ഒരുപാട് അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇവിടുന്ന് തുടക്കം മുതൽ അവസാനം വരെ അവരാഹ്ലാദിച്ചു തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ വിമാനയാത്ര ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. ഞാനും ഇത്ര ആദ്യമായിട്ടാണെങ്കിൽ വിമാനത്തിൽ കയറുന്നത്. വിഷു ദിവസം 5 മണിയോടെ പുറപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും 9:05 പറന്നുയർന്നു. 10 മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ അവർ പറന്നിറങ്ങി. തുടർന്ന് പൂവാറിൽ ബോട്ടിംഗ് നടത്തി. ആഴിമല, കോവളം ബീച്ച് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. വീട്ടുചെലവിൽ നിന്നും തുച്ഛം പിടിച്ച ചെറിയ തുകയാണ് വിമാനയാത്രയ്ക്കായി അവർ കരുതി വച്ചത്. കുത്തിയതോട് പഞ്ചായത്തിലെ കുടുംബശ്രീ വനിതകളുടെ നിശ്ചയത്തിന് മുന്നിൽ ആകാശം വഴിമാറുകയായിരുന്നു. കുത്തിയതോട് പഞ്ചായത്തിലെ 11-ാം വാർഡ്, ആ 11-ാം വാർഡിലെ മെമ്പർ ശ്രീദേവിയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര വിഷുദിനത്തിൽ ആരംഭിച്ചത്. അതിന്റെ ആഹ്ലാദത്തിലാണ് ഈ വീട്ടുമുറ്റത്ത് ഈ വീട്ടമ്മമാരെല്ലാം കൂടിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ടൈം ന്യൂസിന് വേണ്ടി പ്രസാദ് സമിതി. ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ഒരു വിഭാഗം ധീവരസഭാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും അവർ ആലപ്പുഴയിൽ ആരോപിച്ചു. ഞങ്ങളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം ഞങ്ങളുടെ സംഘടനയിലെ കരയോഗത്തിൽ നിന്നും കൊടുക്കുന്ന ലിസ്റ്റ് താലൂക്കിലും, താലൂക്കിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് ജില്ലയിലും, ജില്ലയിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് സംസ്ഥാനത്തുമായിട്ടാണ് ഇതിൻ്റെ ഇലക്ഷൻ പ്രൊസീഡിങ്സ് നടന്നു പോകുന്നത്. ഇത്തവണ കരയോഗങ്ങളിൽ നിന്നുള്ള ലിസ്റ്റ് കയ്യിൽ കിട്ടിയിട്ട് പോലും കൃത്യമായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ജനങ്ങളിൽ എത്തിക്കാതെയും 352 പേരാണ് ചേർത്തല താലൂക്കിൽ തീവ്രസഭയ്ക്ക് കൗൺസിലർമാരായിട്ടുള്ളത്. ഈ 352 പേർക്കും കൃത്യമായി നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിനുള്ള അനുസരിച്ചുള്ള നിർദ്ദേശവും കാലേക്കൂട്ടി എത്തുകയും അതിൽ നോമിനേഷൻ കൊടുക്കേണ്ട ആളുകൾ കൃത്യമായി വന്ന് നോമിനേഷൻ കൊടുക്കുകയും വോട്ടർ പട്ടിക പരിശോധിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ പതിവിന് വിഭിന്നമായി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാതെയും റിട്ടേണിംഗ് ഓഫീസറായി തൃശ്ശൂരിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി എന്ന് പറഞ്ഞൊരാൾ നിയോഗിക്കപ്പെടുകയും അദ്ദേഹം നിലവിലുള്ള താലൂക്ക് സെക്രട്ടറിക്ക് അതിൻ്റെ ചാർജ് കൊടുക്കുകയും അതനുസരിച്ച് ആദ്യം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ആ വോട്ടർ പട്ടികയിൽ ഭേദഗതികളുണ്ടെങ്കിൽ പിന്നീട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ ഇലക്ഷൻ നടപടികൾ ആരംഭിച്ച അന്ന് മുതൽ ഇവർ ഓഫീസ് ഷട്ടറുള്ള ഓഫീസാണ്. ആ ഷട്ടർ പൂട്ടിയിടുകയും പൂട്ടിയിട്ടതിന് ശേഷം അവിടെ ചെല്ലുന്ന ആളുകളുടെ മുന്നിൽ അവിടെ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. നടപടിക്രമങ്ങളൊന്നും നടക്കും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ളവരും മത്സരിച്ചിട്ടുള്ളവരുമായ ആളുകളെ പൂർണ്ണമായി യാതൊരു കാരണവും കൂടാതെ വെട്ടിനീക്കപ്പെട്ട് ഏതാണ്ട് 15-20ഓളം ആളുകളെ വെട്ടിനീക്കപ്പെടുകയും 2 കരയോഗങ്ങളെ തന്നെ പൂർണ്ണമായി വെട്ടിനീക്കുകയും ചെയ്തുകൊണ്ടാണ് ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചെന്ന് പറയാനൊക്കില്ല. ആരും കണ്ടിട്ടില്ല വോട്ടർ പട്ടിക. പക്ഷേ പിന്നീട് അറിയാൻ കഴിഞ്ഞ അങ്ങനെയാണ് അത്. ഇതിനെതിരായി ഞങ്ങൾ ജില്ലയിൽ നാളെ ഡിക്ലെയർ ചെയ്യുന്ന തെരഞ്ഞെടുപ്പിന് അത് ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇതും കൊടുക്കാൻ വച്ചിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സമ്മേളനം 25-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു വരുന്ന മാസം. ഇതിൻ്റെ പിന്നെ മെയ് മാസത്തിൽ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ജനാധിപത്യപരവും സംഘടനാപരവുമായി പോയിട്ട് യാതൊരു വിധമായ കാര്യവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, 50ാം വാർഷികം ആഘോഷിക്കുന്ന ജനറൽ സെക്രട്ടറി 50 വർഷമായി ശ്രീ വി ദിനകരൻ തീവ്രസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പ്രസ്ഥാനം സാധാരണ തഴച്ചു വളരേണ്ട സാഹചര്യത്തിൽ ഇത് വെട്ടിനിരത്തപ്പെട്ട് പരിക്കുകളോടെ ഈ പ്രസ്ഥാനം മൃതപ്രായമായി പോകുന്ന ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് തീവ്രസഭയ്ക്കുള്ളത്. തീവ്രസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റി റദ്ദാക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 21 പേരെ രഹസ്യമായി കണ്ടെത്തി നോമിനേഷൻ വാങ്ങിക്കൊണ്ട് എതിരില്ലാതെ തെരഞ്ഞെടുത്ത സംഭവമാണ് ചേർത്തലയിലുണ്ടായത്. നിലവിലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയും റിട്ടേണിംഗ് ഓഫീസറും താലൂക്ക് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് നടന്നത്. 352 പ്രതിനിധികളിൽ 40-ൽ താഴെ പേർ മാത്രമാണ് പങ്കെടുത്തതെന്നും അവർ ആരോപിച്ചു. വലിയൊരു വിഭാഗം സഭാപ്രവർത്തകരും 30-ൽ പരം കരയോഗങ്ങളിൽ ചേർന്നും മറ്റൊരു വലിയ കൂട്ടായ്മയായി മാറാൻ തീരുമാനിച്ചെന്നും അവർ പറഞ്ഞു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ഗോപിനാഥ്, മുൻ താലൂക്ക് പ്രസിഡന്റ് VM ശ്രീനിവാസൻ, മുൻ യുവജനസഭ താലൂക്ക് സെക്രട്ടറി ഇത്തിത്തറ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കുറ്റിക്കാട്ട് ബോധി സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. ബോധി സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. ചേർത്തല കോതകാട്ട് കുടുംബക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഹരിഗോവിന്ദിന്റെ സോപാന സംഗീതത്തോടെയാണ് ആധ്യാത്മിക പ്രഭാഷണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ആരംഭിച്ചത്. തുടർന്ന് വിദ്യാസാഗറിന്റെ പ്രഭാഷണവും നടന്നു. ബോധി സ്വാശ്രയ സംഘത്തിന്റെ പ്രസിഡന്റ് P. അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സെക്രട്ടറി സതീഷ് കുമാർ സ്വാഗതവും S. സുധീഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള കത്തോലിക്ക സഭയുടെ അധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയായി. മാനവ സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടി പരിശ്രമിച്ച മഹാനായ നേതാവിന് ലോകത്തിൻ്റെ പ്രണാമം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന് തീരാ നഷ്ടമാണെന്ന കൃഷിമന്ത്രി P. പ്രസാദ്. ലോക സമാധാനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാനായ നേതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്നും P. പ്രസാദ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകളുമായി ചേർത്തല സ്വദേശിയായ വൈദികൻ. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ ഫാദർ ഡേവിഡ് നാനാട്ട് 1 പതിറ്റാണ്ടോളം കാലം റോമിൽ പ്രവർത്തിച്ച കാലത്താണ് മാർപ്പാപ്പയുമായി അടുത്ത് ഇടപെടാൻ അവസരമുണ്ടായത്.
പി ഭാസ്കരൻ മാഷിൻ്റെ 100ാം ജന്മവാർഷിക ദിനാചരണം വയലാർ രാമവർമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ. രാഘവപ്പറമ്പിലെ ചന്ദ്രകളഭത്തിൽ കാവ്യകേസരികളുടെ സ്മൃതി സംഗമം. ദക്ഷിണാമൂർത്തിയും പൂച്ചാക്കൽ ശാഖലും ചേർന്ന് ഒരുക്കിയ നാടക ഗാനങ്ങൾക്ക് 4 പതിറ്റാണ്ടിന് ശേഷം പുനരാവിഷ്കാരം. 32 ഗാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 ഗാനങ്ങളാണ് വീണ്ടെടുത്ത് ആസ്വാദകർക്ക് സമർപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.